നമസ്കാരം. കേരളത്തെ സംബന്ധിച്ച് മലബാർ മേഖലയിൽ നിന്ന് നിരവധി പ്രവാസികളാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത്. അവർക്ക് ഏറെ ആശങ്കകരമായി മാറിയേക്കാവുന്ന ഒരു വാർത്ത ഒരു അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാറിയിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞിന് കൊറോണ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനടി എടുത്ത നടപടികൾ, അമ്മ മാറോട് ചേർത്തുകൊണ്ട് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് ഓടി മറ്റാർക്കും പകരാതിരിക്കാൻ വേണ്ടി എടുത്ത മുൻകരുതലുകൾ, അതുതന്നെയാണ് ഇപ്പോൾ വലിയ പ്രശംസ പിടിച്ചു പറ്റുന്നത്. ആ അമ്മയ്ക്ക് മുന്നിൽ ഇപ്പോൾ കേരളം മുഴുവൻ നമിക്കുകയാണ്. നമുക്കറിയാം ഒരു ഇറ്റലി കഥ. ഇറ്റലിയിലെ പ്രവാസികൾ കേരളത്തിലെത്തിയപ്പോൾ കാണിച്ച അശ്രദ്ധ കാരണം കേരളം മുഴുവൻ ഇപ്പോൾ കൊറോണ ഭീതി കൊണ്ട് ഉഴലുകയാണ്. പലയിടത്തും കൊറോണ ഇപ്പോൾ പടർന്നിരിക്കാം എന്നുള്ള നിഗമനത്തിൽ എത്തി നിൽക്കുകയാണ്. അത്തരത്തിൽ ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഈ സാഹചര്യത്തിലാണ് ഈ അമ്മയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് കാര്യങ്ങളൊക്കെ ശുഭമായി പര്യവസാനിച്ചിരിക്കുന്നത്. കുട്ടിയുടെ നില ഇപ്പോൾ തൃപ്തികരമാണ് എന്ന് കളക്ടർ എസ് സുഹാസും അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കണ്ണൂരിലെ കുടുംബമാണ് ഇത് എന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കുട്ടിക്ക് ചെറിയ പനി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അമ്മ അധികൃതരോട് കുട്ടിയെ ചികിത്സിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നുള്ള പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. കുട്ടി ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതും മാതാപിതാക്കൾക്കൊപ്പം തന്നെയാണ്. മാതാപിതാക്കളെയും ഐസൊലേഷൻ വാർഡിൽ കുട്ടിയോടൊപ്പം തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. 7-ാം തീയതി രാവിലെ 6:30 ഇവർ നാട്ടിലേക്ക് എത്തുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കളും നേരിയ തോതിൽ പനിയുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ രക്തസാമ്പിളുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അവരും ഇപ്പോൾ ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ആ അമ്മയെ പ്രകീർത്തിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ആരോഗ്യമേഖലയടക്കം ആ അമ്മയുടെ മനസാന്നിധ്യത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. മറ്റൊരാൾക്കും ഈ രോഗം പടരാതിരിക്കാൻ ആ കുട്ടിയെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു അമ്മ എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ ഭീതി പടരുന്നതിനാൽ തന്നെ ആരുടെയും ദൃശ്യങ്ങളോ ഫോട്ടോകളോ ഒന്നും മാധ്യമങ്ങളിൽ പുറത്തുവിടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ചിത്രങ്ങൾ ഇതുവരെയും പുറത്തു വരാത്തത്. വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു എന്ന് തോന്നുകയായിരുന്നു. ഉടൻ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ഇവർ. EK513 എന്ന വിമാനത്തിലാണ് ഇവർ നാട്ടിലേക്ക് എത്തുന്നത്. ഇറ്റലിയിൽ നിന്ന് ദുബായ് വഴിയാണ് കേരളത്തിൽ എത്തിയത്. ഇവർക്കൊപ്പം എത്തിയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതരുള്ളത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് DMOയും അറിയിക്കുകയുണ്ടായി. പരിഭ്രാന്തി വേണ്ട എന്നും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയാണ്. സംസ്ഥാനത്ത് നിലവിൽ കൊറോണ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6 മാറിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഇന്നലെ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇറ്റലിയിൽ നിന്ന് എത്തിയ റാന്നിയിലെ 3 അംഗ കുടുംബത്തിനും ഇവരുടെ ബന്ധുക്കളായ ദമ്പതികൾക്കുമാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. 5 പേരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കൊറോണ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമ്പലപ്പുഴ വൈറോളജി ലാബിലെ പരിശോധനയിൽ ശനിയാഴ്ചയാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. ഒരാഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവരുടെ സ്രവങ്ങൾ പരിശോധിക്കുന്നുണ്ട്. റാന്നിയിലെ വീട്ടിലെത്തിയവരുമായി സമ്പർക്കം പുലർത്തിയ കോട്ടയം സ്വദേശികളായ 4 വയസ്സുകാരനടക്കം 15ഓളം ബന്ധുക്കൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ മാസം 29-നാണ് 3 അംഗ കുടുംബം ഇറ്റലിയിൽ നിന്നെത്തിയത്. കൊച്ചി വിമാനത്താവളത്തിൽ പരിശോധനയ്ക്ക് വിധേയരാകാതെ ടാക്സിയിൽ റാന്നിയിലേക്ക് ഇവർ പോവുകയായിരുന്നു. അന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ഇവർ ആളുകളുമായി ഇടപഴകുകയും പൊതുസ്ഥലങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ വലിയ ഭീതി പടർത്തുന്ന കാര്യമായിരുന്നു. അതൊന്നും ഉണ്ടാകാതെ ഈ അമ്മ എല്ലാം ഒഴിവാക്കി സ്വന്തം മനസാന്നിധ്യം കൊണ്ട്, സ്വന്തം തിരിച്ചറിവ് കൊണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് മറ്റുള്ളവർക്ക് മുഴുവൻ, ഒരു മലബാറിന് മുഴുവൻ ഗുണകരമായി ഭവിക്കുന്ന കാര്യമായി മാറിയിരിക്കുകയാണ്.